ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓർത്ത് ഇന്നൊരു വീഡിയോ എടുത്തേക്കാമെന്ന്. അങ്ങനെ നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ദുവാമോക്ക് ദോശ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ദോശ അല്ല കേട്ടോ, ഇത് എന്താ പറയുക, നമ്മുടെ ആട്ടപ്പൊടി വെച്ച് നമ്മളിങ്ങനെ കലക്കി ചുടത്തില്ല ദോശയാണ്. അപ്പോൾ ആ സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ അവൾക്ക് പഞ്ചസാര ഇട്ട് കൊടുത്താൽ അവൾ കഴിക്കത്തില്ല, അവൾക്ക് എരിവ് തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതും കൂട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ അവളെ കുളിപ്പിച്ചിട്ട് വരുമ്പോൾ തണുത്തിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അവൾക്ക് മാത്രം ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അവൾ ഒരെണ്ണേ കഴിക്കത്തുള്ളൂ, പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ കൂടെ ഇരുന്ന് കഴിച്ചോളും. അപ്പോൾ അവൾക്കുള്ളത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനിവിടെ കറിയും അതിന് പാത്രത്തിൽ തന്നെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ചൂട് പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ദോശ ഞാനൊന്ന് കീറി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവളുടെ ആച്ചി എക്സാമിന് പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് ആച്ചീൻ്റെ കൂടെ റോഡ് വരെ പോകണം. അങ്ങനെ പിന്നെ റോഡ് വരെ പോയിട്ട് വരുന്നില്ല. അവൾ കൂടെ കൊണ്ടുവന്നിട്ട് ഉമ്മയൊക്കെ ഇട്ട് അവൾ നന്നായിട്ട് അങ്ങ് പതി, നല്ല സോപ്പാണ്, നന്നായിട്ട് പതയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മയൊക്കെ കൊടുത്ത് ഞാനും എന്നൊക്കെ പറഞ്ഞിരുന്ന്, പക്ഷെ പറ്റിയില്ല, പോകാൻ പറ്റിയില്ല. അപ്പോഴേ അവൾ അങ്ങനെ എക്സാമിന് പോവുകയാണ്. അപ്പോൾ ഇന്നലെ മഴ പെയ്തിട്ടുണ്ടെന്ന് റോഡിൽ നിറച്ച് വെള്ളമാണ് കേട്ടോ. അങ്ങനെ അവൾ ആ വെള്ളമൊക്കെ നീന്തി കടന്ന് പോയി കഴിയുമ്പോൾ ദുവാമോൾ ഭയങ്കര പരാതി, ആച്ചി കൊണ്ടുപോയില്ല എന്നും പറഞ്ഞ് ഭയങ്കര പരാതിയായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കും അവൾക്ക് അവളുടെ ഉമ്മാമേനെ അപ്പം തന്നെ വിളിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് ബഹളം. അങ്ങനെ ആ വിളിച്ചപ്പോഴത്തേക്കും കോള് പോകുന്നില്ല, അവിടെ റേഞ്ചില്ലെന്ന് തോന്നുന്നു. എന്നിട്ട് അതിന് വേണ്ടി കിടന്ന് പിന്നെ ബഹളം, കാരണം അവൾ കൊണ്ടുപോകാത്ത ദേഷ്യം കൊണ്ട് വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ ഉമ്മാമേന. അങ്ങനെ ആ ദേഷ്യമൊക്കെ കൂടെ കിടന്ന് പിന്നെ അവസാനം അതൊരു കരച്ചിലാണ് അവസാനിച്ചത്. അപ്പോൾ ആ സമയത്താണ് അവൾ കേട്ടത് വാപ്പിച്ച് പുറത്ത് പോകുന്നത്. അപ്പോഴത്തേക്കും വാപ്പിച്ചിലൂടെ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് പപ്പത്തിൻ്റെ ഉടുപ്പൊക്കെ എടുത്ത് അങ്ങ് ഇട്ടുകൊണ്ട് നിൽക്കുവാണ്. കുളിച്ചിട്ട് പോലും ഇല്ല, പോകാൻ വേണ്ടി റെഡിയായി നിൽക്കാനുണ്ട്. അപ്പോൾ ഇക്കാണെങ്കിൽ അവളുടെ മൈൻഡൊന്ന് മാറ്റാൻ വേണ്ടി അവളോട്ടിരുന്ന് കുറേ നേരമൊക്കെ കളിച്ചിട്ടും അങ്ങനെ അവൾ കാണാണ്ട് പോയത് കേട്ടോ. പുറത്ത് കണ്ടു കഴിഞ്ഞ് കിടന്ന് ഭയങ്കര കരച്ചിലാക്കി, ഇനിയും ബഹളം കൂടും. അപ്പോഴത്തേക്കും കുറേ നേരം അവളോട്ടിരുന്ന് കളിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ കണ്ടിട്ട് നൈസായിട്ട് അങ്ങ് മുങ്ങിക്കളഞ്ഞ്. അങ്ങനെ എനിക്ക് പോയപ്പോഴത്തേക്ക് ആ സമയത്ത് പിന്നെ ഞങ്ങൾ കുളിച്ച് സുന്ദരി കുട്ടിയായിട്ട് കുളിച്ചപ്പോൾ ഞങ്ങൾ നല്ല ഫ്രഷായി, നല്ല ആക്റ്റീവൊക്കെ ആയി. ആ മൈൻഡൊക്കെ അങ്ങ് മാറി വെച്ചിട്ടുണ്ട്, അങ്ങനെ നല്ല കൊച്ചായി. അപ്പോൾ ഞാൻ പറയാം നമുക്കിനി ഉടുപ്പൊക്കെ ഇട്ട് റെഡിയായി നിൽക്കാം, എന്നിട്ട് വായിപ്പിച്ചിരുമ്പോൾ നമുക്ക് പുറത്ത് പോകാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉടുപ്പൊക്കെ ഇടാൻ സമ്മതിച്ച് ഞങ്ങൾ ഉടുപ്പൊക്കെ ഇട്ട് സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ കണ്ണും പിരിവൊന്നും ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പം വൈകിട്ട് നമുക്കൊന്ന് പുറത്ത് പോകാനുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഇപ്പോഴേ എഴുതി കഴിഞ്ഞാൽ പിരികൊക്കെ പിന്നെ പടന്ന് കരിയാകുമ്പോൾ മൊത്തം പോകാൻ നേരം എഴുതാന്ന് വിചാരിച്ചിട്ട് പിരികൊന്നും എഴുതി കൊടുത്തില്ല. അങ്ങനെ കുളിച്ച് ഞങ്ങൾ മുടിയൊക്കെ ചീവി സുന്ദരിയായി. അപ്പോഴത്തേക്കും അവൾക്ക് തണ്ണിമത്തം വേണമെന്ന് പറഞ്ഞ് ബഹളത് കണ്ടപ്പോഴത്തേക്കും, പക്ഷെ കഴിക്കത്തില്ല ആൾ ഈ ഒരു സാധനം. ഇതൊന്നല്ല, ഫ്രൂട്ട്സ് ഒന്നും തന്നെ ഇഷ്ടമല്ല, കഴിക്കത്തില്ല. പക്ഷേ എൻ്റെ കയ്യിൽ വെച്ച് കുറച്ച് നേരം നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കും. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ നല്ല വെയിലുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ പോയി അങ്ങ് തുണിയൊക്കെ കലക്കി വിരിച്ചിട്ട്, കാരണം ഇപ്പോൾ 2 ദിവസം കൊണ്ട് മഴയാണല്ലോ, എപ്പോഴൊക്കെയാണ് മഴ വരുന്നത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്നലെ തുണി കഴുകിയിട്ടില്ല, അപ്പോൾ 2 ദിവസത്തെ ഉണ്ടായിരുന്നു. അങ്ങനെ പോയി പെട്ടെന്ന് തുണിയൊക്കെ കഴുകി വിരിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇക്ക വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഇക്കാക്ക് അതുപോലെ തന്നെ ദോശ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ എനിക്ക് ഇച്ചിരി മധുരം ഇഷ്ടം, അപ്പോൾ ഞാൻ ഇച്ചിരി തേങ്ങയും പഞ്ചസാരയൊക്കെ കൂടെ വെച്ചിട്ട് അട പോലെ ഉണ്ടാക്കിയെടുത്തു. പക്ഷേ ഇക്കാക്ക് ഇത് ഇഷ്ടമല്ല, ഇക്കാക്ക് കുഞ്ഞിന് എരിവ് തന്നെ വേണം. അങ്ങനെ അവർക്ക് രണ്ടും കറിയും കൂട്ടി കൊടുത്തിട്ടും ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തായിരുന്നു. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടം. ഇതുപോലെ മധുരം ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ പിന്നെ രാവിലത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്കാണ് എനിക്ക് അവൾക്കൊരു ബിങ്കോ വാങ്ങിച്ചിട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ ഞാൻ അതിനകത്തൊന്ന് കുറച്ച് അടിച്ച് മാറ്റി കഴിച്ച്. ഞാൻ ഓർത്ത ആൾ കരയുന്നു, സാധാരണ അങ്ങനെ ഉണ്ട് ചില സമയത്ത്, പക്ഷെ നല്ല കൊച്ചായിട്ടിരുന്നു. അപ്പം ഞാൻ അതും കൂടെ എടുത്ത് കഴിച്ച്. അപ്പോൾ എനിക്ക് വന്നപ്പോഴത്തേക്കും മീൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്, മത്തി അയില ഉണ്ടായിരുന്നു. അപ്പം വാപ്പായും മോളും കൂടെ പുറത്ത് പോയേക്കുന്ന സമയത്ത് ഞാനോട് നമ്മൾ പെട്ടെന്ന് തന്നെ വെട്ടി തേച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ പിന്നെ ഞാൻ ആ സമയത്ത് കറിയൊക്കെ വെച്ചപ്പോൾ ഇക്ക വന്നപ്പോഴത്തേക്കും നമുക്കൊന്ന് ബാങ്കിൽ പോകാനുണ്ടായിരുന്നു. അപ്പോൾ പണിയൊക്കെ ഒതുക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പോയി അങ്ങ് റെഡിയായി, കാരണം ഉച്ചയാ പറഞ്ഞ് അവർ കഴിക്കാൻ എങ്ങാനും പോയാൽ പോസ്റ്റ് ആവത്തില്ലേ. അങ്ങനെ നമ്മൾ പെട്ടെന്ന് റെഡിയായി എന്തായാലും ബാങ്കിൽ ചെന്നപ്പോൾ ശരിക്കും പോസ്റ്റായി, കാരണം അവർ കഴിക്കാൻ വേണ്ടി പോയേക്കുന്ന സമയമാണ്. പിന്നെ നമ്മളവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു 2 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ, 2:30 കഴിഞ്ഞ് തിരിച്ച് കിട്ടിയപ്പോഴത്തേക്കും ഞാൻ വിശന്നിട്ടും വയ്യായിരുന്നു. അപ്പോൾ നമ്മൾ കറിയൊക്കെ വെച്ചിട്ട് പോയ കാരണം പെട്ടെന്ന് തന്നെ ചോറെടുത്ത് കഴിച്ചു. അപ്പോൾ മുളക് കറിയും മോര് കാച്ചിയതും അതിൽ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് നമ്മൾ ചോറ് കഴിച്ചു. അപ്പോൾ ദുവാമക്ക് വാപ്പിച്ച് വാരിക്കൊടുത്ത് അങ്ങനെ ഞാൻ ചോറ് കഴിച്ച്. പിന്നെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കെല്ലാം ഉച്ചയ്ക്ക് ഉറക്കമുണ്ട് കേട്ടോ. സാധാരണ എനിക്ക് ജോലിക്ക് പോയി കഴിയുമ്പോൾ ഉറങ്ങും. ഇന്നിപ്പോൾ ഈ സമയമായിട്ട് താമസിച്ച് ഉറങ്ങാനായിട്ട്. പിന്നെ നമ്മളൊരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പുറത്ത് പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. അപ്പോൾ എനിക്ക് 2-3 റീൽസൊക്കെ എടുക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്തോട്ട് വന്നിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് ഇവിടെ വരാനുണ്ട്, കാരണം അവർക്ക് കളിക്കാനൊക്കെ നല്ല രസമുള്ള സ്ഥലമാണ്. അതുപോലെ നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ. ഇതിപ്പോൾ ഇതെവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ ഒരു സ്പോട്ട് വരുന്നത്. ദുവാമക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇവിടെ വരാനുണ്ട്. ഇതിനു മുമ്പ് ഇവിടെ വരുമ്പോഴൊക്കെ അവൾ ഭയങ്കര കളിയാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. എനിക്ക് തോന്നുന്നു അവൾക്ക് ബീച്ചിൽ പോകുന്നതിനേക്കാൾ അവൾക്ക് കൂടുതൽ ഇഷ്ടം ഇവിടെ വരാൻ
വേണ്ടി തന്നെയാണ്. കഴിഞ്ഞ വട്ടം നമ്മളിവിടെ വന്നപ്പോൾ ഈ ഒരു സ്തംഭം ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. എന്താ പറയുക, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത്തവണ വന്നപ്പോൾ അതുണ്ടായിരുന്നു. അപ്പോൾ ഇക്കായും കുഞ്ഞൊക്കെ അവിടെ പോയി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയില്ല, എനിക്ക് ചെറിയൊരു പേടി. പിന്നെ ഇവിടെ ഊഞ്ഞാലുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമായത് ഊഞ്ഞാലാണ് കേട്ടോ. അപ്പോൾ അവളെ ഇരുത്തി ഊഞ്ഞാലാട്ടിയപ്പോഴത്തേക്കും അവളുടെ ഫ്രോക്ക് ആയതുകൊണ്ട് തെന്നിപ്പോണം. അങ്ങനെ പിന്നെ ഇക്ക എന്ത് ചെയ്ത് അവളെ മടി ഇരുത്തിയാട്ടപ്പോൾ എനിക്ക് ഭയങ്കര കൊതി, എനിക്കും കൂടി ഊഞ്ഞാലാടാം. പണ്ട് ഞാൻ പാർക്കിൽ പോകുമ്പോഴത്തേക്കും എപ്പോഴും കയറുന്ന സാധനം ഊഞ്ഞാലിൽ മാത്രമായിരുന്നു. അടുത്ത ഊഞ്ഞാലിൽ കയറി കഴിഞ്ഞാൽ വേറെ ആർക്കും ഇത് വിട്ടു കൊടുക്കത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് കുറേ നേരം ഇരുന്ന് ആടിയപ്പോൾ എനിക്ക് അതൊക്കെ ഓർമ്മ വന്ന്. പിന്നെ ഇവിടെ ഒരു മരത്തിൽ ഇതിങ്ങനെ ഒരു കിളിക്കൂട് ഉണ്ട് കേട്ടോ. അവിടെ പോയി ഞാൻ കുറേ റീൽസൊക്കെ എടുത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. പിന്നെ ഇവിടെ ഐ ലവ് ആലപ്പി എന്നും പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ താഴത്തായിട്ട് ഇങ്ങനെ കയർ കൊണ്ടുള്ളൊരു മാറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാകുമ്പോൾ ഇതുവാക്ക് പെട്ടെന്ന് ചവിട്ടി കയറാൻ പറ്റും, നല്ല ഗ്രിപ്പുള്ളതുകൊണ്ട് പെട്ടെന്ന് ചവിട്ടി കയറുന്നുണ്ടായിരുന്നു അവൾ. പക്ഷേ ഇറങ്ങാൻ നേരം എൻ്റെ പൊന്നോ പുറഞ്ചം വീഴ്ചയായിരുന്നു കേട്ടോ. എന്നിട്ട് ആൾ ഭയങ്കര ചിരി അവൾ തന്നെ. പിന്നെ അവൾ മനഃപൂർവ്വം വീഴാൻ നിൽക്കും, കാരണം അവൾ വീഴുമ്പോൾ നമ്മൾ ചിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ ചുമ്മാ വീഴ്ചയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഊഞ്ഞാലിലേക്ക് ഇരുന്നും ഒക്കെ കുറേ റീൽസ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ബേക്കറി പോയിട്ട് അപ്പോൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ച്, ഷേക്ക് കുടിക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. അപ്പോൾ എനിക്ക് നല്ല തൊണ്ട വേദന. പിന്നെ ഞാൻ ഒരു ചായ പറഞ്ഞു. പിന്നെ നമ്മളൊരു ഇറച്ചിപ്പത്തിനും കൂടെ മേടിച്ച് കഴിച്ചു വിട്ടു. ദുവാ നമുക്ക് സമൂസ വേണം, അവൾക്ക് അത് വാങ്ങിച്ചു കൊടുത്ത്. അങ്ങനെ ഞാൻ ഈ ഇറച്ചിപ്പത്തിയായിട്ട് ഞങ്ങൾ രണ്ടും കൂടെ കഴിച്ചത്. അപ്പോൾ എനിക്ക് ഇതിനോട് സോസ് ഭയങ്കര ഇഷ്ടമുണ്ട്. ഇതിൻ്റെ കൂടെ നല്ല എരിവുള്ള എല്ലാ സാധനത്തിനും എനിക്ക് സോസ് ഒഴിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സോസൊക്കെ ഒഴിച്ച് അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എക്സ്പ്രഷൻസ് വാരി വിതരണം എന്നുണ്ട്. പക്ഷേ ചുറ്റിലും നിറച്ച ആൾക്കാരായതുകൊണ്ട് പിന്നെ ഞാൻ എക്സ്പ്രഷൻസൊക്കെ അങ്ങ് വിഴുങ്ങി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് വൈകിട്ട് ഒരു ഈറ്റിംഗ് ചലഞ്ച് വീഡിയോ ചെയ്യാൻ വേണ്ടി കേക്ക് വാങ്ങാമെന്നും പറഞ്ഞ് നമ്മൾ വേറൊരു ബേക്കറിലോട്ട് പോയിട്ട് അവിടെ അതില്ലായിരുന്നു. നമ്മൾ വേറൊരു ബേക്കറിലോട്ട് ചെന്നപ്പോഴത്തേക്കും അവിടെയും കേക്ക് കിട്ടിയില്ല. നമ്മൾ വീണ്ടും ശശിയായി. പിന്നെ എന്താണല്ലോ ഒരു ഈറ്റിംഗ് ചലഞ്ച് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണല്ലോ. അപ്പോൾ പിന്നെ കേക്ക് ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വെച്ചാൽ അപ്പുറത്തൊരു ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചത് അവിടെ പോയിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ വാങ്ങിച്ച് അങ്ങനെ നമ്മൾ ലെഗ് പീസ് നോക്കി വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്താണ് ദുവാമോളുടെ ചെരുപ്പ് നമ്മൾ ആദ്യം കയറിയില്ല, ആ ബേക്കറി വെച്ച് മറന്നു പോയിട്ടുണ്ടായിരുന്നു മനസ്സിലായത്. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകണമായിരിക്കും നമ്മൾ ആ ബേക്കറി തിരിച്ച് പോയിട്ട് അവിടെ നിന്ന് ദുവാമോളുടെ ചെരുപ്പും കൂടെ എടുത്തിട്ടാണ് കേട്ടോ വീട്ടിലോട്ട് പോയത്. അപ്പോഴത്തേക്കും നമ്മളൊരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് ദുവാമോൾ അവിടെ നിന്നിട്ടും ലായില ഇല്ലല്ല എന്ന് പറഞ്ഞ് ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല കൊച്ചാണ്. ചില ദിവസങ്ങളിൽ മാത്രം കണ്ടിരുന്ന അത്യപൂർവ ഒരു നിമിഷമാണ് കേട്ടോ ഇത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഈറ്റിംഗ് ചലഞ്ച് വീഡിയോ ചെയ്യാൻ പോകും. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ആയിട്ട് ഈറ്റിംഗ് ചലഞ്ച് വീഡിയോ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ഞങ്ങൾ അങ്ങനെ ഫസ്റ്റ് ഇൻട്രോയ്ക്ക് പറയുമ്പോൾ എപ്പോഴും ഉള്ളതാണ് തെറ്റിപ്പോവും. പ്രത്യേകിച്ച് ഞങ്ങൾ രണ്ടും കൂടെ ആണെങ്കിൽ എപ്പോഴും കുളവായി ചിരിച്ചിരിക്കും. ഇക്കായിട്ട് വീഡിയോ എടുക്കുമ്പോൾ അത്രയ്ക്കും ചിരിക്കാനുള്ള സ്കോപ്പൊന്നും കിട്ടത്തില്ല. അങ്ങനെ പിന്നെ ഇക്ക പുറത്ത് പോയേക്കാൻ നിൽക്കുന്നപ്പോഴത്തേക്കും നമുക്ക് ഇക്ക ചോറ് വാരി കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം. അങ്ങനെ പിന്നെ ഇക്ക അവൾക്ക് ചോറ് വാരി കൊടുത്തപ്പോഴത്തേക്കാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്, നമുക്കൊരു റീൽസ് എടുത്താലോ എന്ന്. അപ്പോൾ തന്നെ ഞാൻ ഒരു റീൽസ് എടുത്തു. ഇക്കൊക്കെ അങ്ങനെ റീൽസ് എടുക്കുന്നതൊന്നും ഇഷ്ടമല്ല. പിന്നെ ഞാൻ നിർബന്ധിച്ച് റീൽസ് എടുത്ത് എന്തായാലും. അങ്ങനെ ഞാൻ ആ റീൽ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഒരാളിവിടെ എക്സ്പ്രഷൻസ് വാരി വിതുറായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ക്യാമറയ്ക്ക് ഒരു പാട്ടൊക്കെ വെച്ചെടുത്ത് ആളങ്ങ് ഡാൻസും പാട്ടൊക്കെ തുടങ്ങിയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് എടുത്തു. അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് പൊറോട്ടയും ചിക്കൻ ഫ്രൈ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വന്നിരുന്നത്. അപ്പം കറി ഉണ്ടെന്ന് കറി ഞാൻ എടുത്തില്ല, ഞാൻ ചിക്കൻ ഫ്രൈയും കക്കാർച്ചി ഫ്രൈയും കൂടെ എടുത്തിട്ട് എനിക്ക് രണ്ടും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും കൂട്ടിയാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ കുഞ്ഞ് നമ്മുടെ കൂടെ ഇരുന്ന് കുറച്ച് ഇറച്ചി മാത്രം കഴിച്ചു, പൊറോട്ടകൾ കഴിച്ചു, കാരണം അവൾക്ക് ചോറ് കൊടുത്തായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അവൾ പിന്നെ ചോറ് കഴിച്ചില്ല, ഇറച്ചി മാത്രമേ കഴിച്ചുള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ എപ്പോഴുള്ളൊരു പരിപാടിയായിട്ട് ഞങ്ങൾ പ്രത്യേകിച്ചും രാത്രി ഫുഡ് കഴിക്കുമ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ ഫോണിൽ ഇങ്ങനെ സിനിമ കൊണ്ടാണ് കഴിക്കുന്നത്. വെള്ളിയാഴ്ച ദിവസമൊക്കെ ആണെങ്കിൽ രാവിലെ ഉച്ചയ്ക്കൊക്കെ കാണിക്കൊക്കെ സമയമുണ്ടല്ലോ, അല്ലാത്ത ദിവസം സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ രാത്രി മാത്രം ഇങ്ങനെ സിനിമ കണ്ടിട്ട് കഴിക്കുമ്പോൾ നല്ല രസമാണല്ലേ.
അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഉറക്കം വരുന്നത്. അപ്പോൾ വാപ്പിച്ച് ഉറക്കമേന്ന് പറഞ്ഞു. ഇക്ക വീട്ടിൽ നിൽക്കുന്ന ദിവസം ഇതാണ് പ്രശ്നം. ചോറ് കൊടുക്കണമെങ്കിൽ വാപ്പിച്ച്, ഉറക്കണമെങ്കിൽ വാപ്പിച്ച്, എന്ത് ചാനലും വാപ്പിച്ച് തന്നെ. അങ്ങനെ ഇക്ക കുഞ്ഞ് ഉറക്കണ സമയത്താണെങ്കിൽ ഞാൻ 2-3 ഷോർട്സൊക്കെ എടുക്കുകയാണ് യൂട്യൂബിലിടാനായിട്ടുള്ളത്. സാധാരണ ദിവസങ്ങളിലാണെങ്കിൽ ഇതിലും താമസിക്കും കേട്ടോ നമുക്ക് ഷോർട്സും വീഡിയോസൊക്കെ എടുക്കാണ്ട്. കാരണം എനിക്ക് ജോലി കഴിഞ്ഞ് വന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് വീഡിയോസ് എടുക്കാറ്. അപ്പോൾ ഇന്നൊക്കെ കൊണ്ട് തരണം, ഇന്ന് കുറച്ച് നേരത്തെ വീഡിയോ എടുത്തു. അപ്പോൾ ആ സമയത്ത് പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സമയം എത്രയായി കാണും, ഏകദേശം ഒരു 12 മണി അതൊക്കെ ആയി കാണുമെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്കും നല്ലതാണ്. അപ്പോൾ എനിക്കൊരു ചായ കുടിക്കാൻ വേണ്ടി തോന്നി. അപ്പം വിശക്കുന്നില്ല എങ്കിലും ഒരു ആഗ്രഹം എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ചായയും ബിസ്ക്കറ്റും കൂടെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.